എന്താ രാഘവൻ നേരൊന്നും മിണ്ടാത്തേ? എന്താന്ന് വെച്ചാ പറയേ. 50 പവൻ കൊടുക്കാം. ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. നിങ്ങൾ ഏട്ടനും വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തീരുമാനിച്ചോ എന്ന് പറഞ്ഞ എങ്ങനാ? വാ തുറന്ന് സംസാരിക്കാതെന്നായരെ. കല്യാണം വലിയൊരു ആഘോഷാക്കണമെന്നില്ല ഞങ്ങൾക്ക്. കാരണം 2 കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. ഗുരുവായൂർ വെച്ച് കെട്ട് നടത്തുന്നത് തന്നെയാ ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരല്ല ചോറ് കൊടുക്കണം. അതും അവിടെ തന്നെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ. പോരെ? മതി, അത് മതി. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ നിശ്ചയിക്ക. എന്താ? അത് മതി. അപ്പൊ ഇനി എന്തപ്പോ ഉള്ളത്? സ്വർണത്തിന്റെ ആയി, മുഹൂർത്തായി, സദ്യയായി, ഇനി പോക്ക് വരവ്. അതെങ്ങനെയാ? അതൊക്കെ എന്താച്ചാ വിജയന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തീരുമാനിച്ചോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താനല്ലേ കുടുംബത്തെ കാരണവരെ. കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കല്യാണം നടത്തുന്ന വിജയനാ. അപ്പോ അവന്റെ തീരുമാനം. ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഞാൻ. എന്നാ വിജയം പറയ്. അതിപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് സമ്മതാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഏയ് വിഷമൊന്നുമില്ല. നമുക്ക് അവളുടെ കല്യാണം നടന്നാ പോരെ? വല്യേട്ടാ, വല്യേട്ടന് എന്താ പറ്റിയേ? ഒന്നുമില്ല. അല്ല, ഇങ്ങനെയല്ല എന്റെ വല്യേട്ടൻ. എന്റെ വല്യേട്ടൻ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. നിനക്കിഷ്ടായ ആളെ നിന്നോടുള്ള വാക്ക് പാലിക്കണം. ഇതൊന്നും നടന്നു കാണണം. പിന്നെ വലിയേട്ടൻ ഏത് പാതാളത്തിലേക്കും താഴാം. കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഉഴവ്. കല്യാണം എന്നും പറഞ്ഞ് ഉഴവ് നീട്ടിയാ അത് കഴിഞ്ഞാലും ഉണ്ടണ്ടേ. ഇപ്പൊ തന്നെ വൈകി. സ്വർണ്ണം കൊടുക്കണ്ടേ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. പെണ്ണിനെ ഇറക്കുമ്പോ 50 പവനുണ്ടോന്ന് നോക്കിയാ മതി. അതല്ല രാമനായരെ, ചെക്കന്റെ അമ്മാവനെ അറിയാലോ, കാണിച്ചക്കാരനാ. സ്വർണ്ണം കൊടുക്കുമ്പോ അറിയിച്ച മൂപ്പർക്കും കൂടി വരണത്രേ. എന്നാണ് എവിടുന്നാണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞു വരാൻ പറഞ്ഞിരിക്കും എന്നോട്. എന്താ അമ്മാവനും കമ്മീഷൻ ഉണ്ടോ കൊച്ചുട്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ, എന്നോട് ചോദിച്ചറിഞ്ഞു വരാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലെങ്കിൽ വന്നോട്ടെ. അതൊരു താങ്ങാണല്ലോ രാമനായരെ. കാലം മാറിപ്പോയിനെ. മനസ്സനെ വിശ്വാസമില്ലാണ്ടായി. കൂടപ്പറപ്പനില്ല, പിന്നല്ലേ മനുഷ്യന്മാർക്ക്. അവിടൊക്കെ അവിടെ മുരിയും. കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഇപ്പൊ മനസ്സിലായോ? ഒരു കല്യാണം നടത്തുകയെന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് എല്ലാം കൂടെ എന്റെ തലയിലേക്ക് ഏറ്റണോ? എനിക്ക് വയ്യ. പറഞ്ഞ കാശ് ഞാൻ കൊടുക്കാം. കാശുണ്ടെങ്കിൽ പിന്നെന്താ, എല്ലാം നടക്കും. അതിനിപ്പോ ഒരു നടത്തിപ്പോകാരന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ നീ നടത്ത്, ദിവാകരനും ഉണ്ടല്ലോ. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ. മിണ്ടാണ്ടിരിക്കാമോ? ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോഴാണ് ഡിസ്കഷൻ. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങളങ്ങ് ഇരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലോ. സുധന്തി അവള് കുളിക്കുക. കൊച്ചൂട്ടൻ വന്നിരുന്നു. സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ചന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തൂടെ? ഓ, എന്നു വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ? എന്താ ശോഭേ? ശോഭേ, എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ അവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം. ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. നിനക്ക് മനസ്സിലായില്ലേ? കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ ഇനിയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. അതുകൊണ്ട് ഞാനത് സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കൈ വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ടായി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെയും ചെളിയുടെയും മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ.
സുധേ, ശോഭ മീൻ ചെയ്തത് എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസംഗിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനിത് കേൾക്കണം. തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളിട്ട് വറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാമോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കിടന്ന് ചാടുന്നത്? അവളുടെ കാശ് വേണം എല്ലാവർക്കും. അവള് ചീത്ത എന്ന് വെച്ച് എന്റെ വല്യേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെ കനിവ് വേണ്ട. ലാളിച്ച് അഹങ്കാരം കണ്ടോ? അത് പോട്ടെ, ശോഭ വിഷമിക്കണ്ട. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെലിക്കില്ല. ആരല്ലേ മാലതിയെ, ഇങ്ങനെ പിണങ്ങാനും വഴക്കുണ്ടാക്കാനുള്ള സംഗതി ഒന്നും ഉണ്ടായില്ല ഇവിടെ. ശോഭ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതായിരിക്കും. അതൊന്നും സാരല്ല. ഞാനാണ് വിശപ്പുകൊണ്ട് നേരെ അങ്ങോട്ട് വന്ന് കയറുകയും ചെയ്തു. എനിക്കിത് സഹിക്കാൻ വയ്യ. പിന്നെ ഈ സമയത്ത് മൂക്കിന് മണം കൂടും, വായിക്ക് രുചി കൂടും, ചുണ്ടി കൂടും. ശ്രീകുട്ടിയെ ഗർഭണ്ടായ കാലത്ത് നീ എന്തൊക്കെ ചുണ്ടിത്തരങ്ങളാ കാട്ടിക്കൂട്ടിയെ. അന്ന് നിന്റെ മണം പിടിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചന്ദനത്തേലും പൂച്ചോളാ നീയെ. അന്ന് എനിക്ക് ഇവൾക്ക് ഗർഭമൊന്നുമില്ല, അഹങ്കാര. ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് എങ്ങനെങ്കിലും മാറാം. ഒരു കൊച്ചു വീട് മതി. എന്താ മാലതി ഈ പറയണേ? പിന്നെ ഇവിടത്തെ കാര്യങ്ങൾക്ക് ആര് നോക്കും? ആര് നോക്കിയാലും കൊള്ളാം. ഓരോരുത്തർ അവകാശം പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, വായിച്ചു കൊടുക്ക്. ഈ കുടുംബത്തെ 4 കുറ്റി, 4 അതിര്. ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. വേണ്ട മാലതി, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങടാ പോവാ? സഹിക്കുക, നമുക്ക് ഭൂമിയോളം സഹിക്കുക. സുധയുടെ കല്യാണങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ നമുക്കിവിടെ ഒരു മുറി മതി. നമുക്ക് ഒതുങ്ങിക്കൂടിയാ പോരെ?